എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കയ്പ്പയ്ക്ക കൊണ്ടുണ്ടാക്കുന്ന കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ്. 2 കിലോ കയ്പ്പയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം മൂത്ത കയ്പ്പയ്ക്കയാണ് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ നല്ലത്. നന്നായി കഴുകി വെള്ളം വേലാൻ വെച്ച ശേഷം മുറിച്ചെടുക്കാം. രണ്ട് ഭാഗത്തും ചെറുതായി ഒന്ന് ചെത്തിക്കളയാം. അതിനുശേഷം അത്യാവശ്യം കനത്തിൽ മുറിച്ചെടുക്കണം. കയ്പ്പയ്ക്ക മൂത്തതാകുമ്പോൾ കുരുകളുണ്ടാകും. കുരു കളയേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ ഉണക്കിയെടുക്കാം. എല്ലാം ഇതുപോലെ മുറിച്ചെടുക്കാം. കയ്പ്പയ്ക്ക ഇതുപോലെ പഴുത്തതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുരു കളയേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം വേവിച്ചെടുക്കാം. കുറച്ച് വലിയ പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങൾ മുങ്ങത്തക്ക വിധം വെള്ളം വേണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കയ്പ്പയ്ക്ക ആയതുകൊണ്ട് അത്യാവശ്യം ഉപ്പ് ഇടണം. വെള്ളം ഊറ്റുമ്പോൾ കുറച്ച് ഉപ്പ് നഷ്ടപ്പെടും. കഷ്ണങ്ങൾ വേവാൻ തുടങ്ങുമ്പോൾ ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഷ്ണങ്ങളിടാം. രണ്ട് കിലോ കയ്പ്പയ്ക്ക ഉണ്ടായതുകൊണ്ട് 2-3 പ്രാവശ്യമായിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കുറച്ചുകൂടി ഇടാം. അടച്ചു വയ്ക്കാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അഞ്ച് മിനിറ്റ് നന്നായി തിളപ്പിച്ചാൽ തന്നെ കയ്പ്പയ്ക്ക വെന്ത് കിട്ടും. വല്ലാതെ വേവാൻ പാടില്ല. ഇപ്പം നല്ല ബലമുണ്ട്. വേവുമ്പോൾ നല്ല സോഫ്റ്റാവും. അടച്ചു വയ്ക്കാം. എല്ലാ കഷ്ണങ്ങളും ഒരേപോലെ വെന്ത് കിട്ടണം. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങൾ വെന്തോ നോക്കാം. അമർത്തുമ്പോൾ പെട്ടെന്ന് പൊട്ടണം. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. വെള്ളം ഊറ്റിയെടുക്കാം. വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഉണങ്ങാനായി ഇടാം. ഒന്നിനൊന്നും തൊടാതെ സെപ്പറേറ്റായി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. കയ്പ്പയ്ക്കയുടെ കഷ്ണങ്ങൾ കുറച്ചൊക്കെ വാടി കിട്ടിയിട്ടുണ്ട്. 2-3 ദിവസം വേണം ഇത് ഉണങ്ങിക്കിട്ടാൻ. പാവയ്ക്ക് നന്നായി ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട്. ഏകദേശം 2 ദിവസം എടുത്ത് ഇത് ഉണങ്ങിക്കിട്ടാൻ. നല്ല ക്രിസ്പി തന്നെ കിട്ടണം. നന്നായി ഉണങ്ങിക്കിട്ടുമ്പോഴാണ് കയ്പ്പയ്ക്ക കൊണ്ടാട്ടം വറക്കുമ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടുള്ളൂ. 3-4 മാസത്തോളം കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം. കുറച്ചെടുത്ത് വറുത്ത് നോക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി.
കൊണ്ടാട്ടം നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ ആകുമ്പോൾ എടുക്കാം. കൊണ്ടാട്ടം നല്ല ക്രിസ്പി കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്.